എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോർഡ്സ് ടെസ്റ്റിലെ 5ാം ദിനം ആദ്യ സെഷനിൽ തന്നെ പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ദയനീയമായി പരാജയപ്പെട്ടതിനു ശേഷം ശുഭ്മാൻ ഗിൽ നടത്തിയ പ്രസ്താവന ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ഏറ്റവും ആവേശകരമായ മത്സരം ലോർഡ്സിൽ നടന്നു. പരമ്പരയിലെ മറ്റു മത്സരങ്ങളെക്കാൾ കൂടുതൽ ആവേശം നിറഞ്ഞതായിരുന്നു ഈ മത്സരം. കാരണം ഈ മത്സരത്തിൽ ബാറ്റിംഗും ബൌളിംഗും മാത്രമല്ല, സിനിമയെ വെല്ലുന്ന വാശിയും കണ്ടു. പരമ്പരയിലെ മറ്റു മത്സരങ്ങളിൽ നഷ്ടപ്പെട്ട ആ വാശിയായിരുന്നു ഇത്. മത്സരം ആരംഭിച്ചത് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗോടെയാണ്. ആദ്യ ഇന്നിംഗ്സിൽ അവർ 387 റൺസ് നേടി. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇന്ത്യയും 387 റൺസ് നേടി. 3ാം ദിനം അവസാന ഓവറുകളോടെ എല്ലാം മാറിമറിഞ്ഞത് ഓർക്കുന്നു. ഈ പരമ്പരയുടെ തന്നെ ഗതി മാറ്റിമറിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കളിക്കാർ തമ്മിലുള്ള വാക്കേറ്റം മാത്രമല്ല, ആ പോരാട്ടത്തിൽ അത്രയധികം രോഷവും ആവേശവും നിറഞ്ഞിരുന്നു. അത് 4ാം ദിനത്തിൽ പ്രകടമാവുകയും ചെയ്തു. വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യൻ ബൌളർമാരിൽ മുന്നിട്ടു നിന്നു. 12 ഓവറിൽ 22 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ നേടി. ജസ്പ്രീത് ബുംറ 16 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. സിറാജിനും 2 വിക്കറ്റുകൾ ലഭിച്ചു. മൊത്തത്തിൽ ഇംഗ്ലണ്ടിനെ 192 റൺസിന് തടയാൻ ഇന്ത്യക്ക് സാധിച്ചു. അതായത് വലിയ ലീഡൊന്നും ഉണ്ടായിരുന്നില്ല. ജയിക്കാൻ 193 റൺസ് മാത്രം മതിയായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം മാറിമറിഞ്ഞു. യശസ്വി ജയ്സ്വാൾ 0-ന് പുറത്തായി. കരുൺ നായർ, ശുഭ്മാൻ ഗിൽ, ആകാശ് ദീപ് എന്നിവരും യഥാക്രമം 14, 6, 1 റൺസ് എടുത്ത് പുറത്തായി. ഇത് 4ാം ദിനത്തിലെ കാര്യമാണ്. എന്നാൽ 5ാം ദിനം അഗ്നിപരീക്ഷയായിരുന്നു. ഋഷഭ് പന്തോ KL രാഹുലോ ചരിത്രം കുറിക്കേണ്ട ദിനം. എന്നാൽ പന്ത് 9 റൺസിനും വാഷിംഗ്ടൺ സുന്ദർ 0-നും പുറത്തായി. KL രാഹുൽ 39 റൺസ് എടുത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തി. രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും മാത്രമാണ് പിന്നീട് ബാക്കിയുണ്ടായിരുന്നത്. അവരും എത്ര നേരം പിടിച്ചു നിൽക്കും? ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തോൽവിയിൽ ഏറ്റവും ദുഃഖിതൻ ശുഭ്മാൻ ഗില്ലാണ്. ടീമിന്റെ നായകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ദുഃഖിതനും ദേഷ്യത്തിലുമായിരുന്നു. തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. മോശം തോൽവിക്ക് ശേഷം ശുഭ്മാൻ ഗിൽ പറഞ്ഞതിങ്ങനെയാണ്: ലോർഡ്സ് മൈതാനം ഓരോ ക്യാപ്റ്റനും ഓരോ കളിക്കാരനും സ്വപ്നമാണ്. സ്വന്തം രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് രാജ്യത്തെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും കളത്തിലിറങ്ങുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. 5 ദിവസത്തെ ഈ ടെസ്റ്റ് മത്സരത്തിൽ നിരവധി ഉയർച്ച താഴ്ചകളുണ്ടായി. ഞങ്ങൾ 387 റൺസിന് മുന്നോട്ട് പോകാതിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ തിരിച്ചടിയുണ്ടായത്. എന്നാൽ അന്നും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങളുടെ ബൌളർമാർ അവരുടെ ജോലി ഭംഗിയാക്കി. 192 റൺസിന് ഇംഗ്ലണ്ടിനെ പുറത്താക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല, അതും അവരുടെ എല്ലാ കളിക്കാരും ഫോമിലായിരിക്കുമ്പോൾ. എന്നാൽ ഇന്ന് 193 റൺസ് നേടാൻ ഞങ്ങൾക്ക് കഴിയാതിരുന്നത് ഞങ്ങളുടെ കഴിവുകേടുകൊണ്ട് മാത്രമാണ്. ഞാൻ സമ്മതിക്കുന്നു, ടീമിന് നല്ലൊരു തുടക്കം നൽകാൻ എനിക്കും സാധിച്ചില്ല. എന്നാൽ എവിടെയെങ്കിലും പന്തും KL രാഹുലും ഒരുമിച്ച് നിലയുറപ്പിക്കുകയും രവീന്ദ്ര ജഡേജ എന്തെങ്കിലും ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഈ 193 റൺസ് അവർക്ക് ഒരു പ്രശ്നമായിരുന്നില്ലെന്ന് എനിക്കറിയാം. അവർ മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെയാകില്ല. ഞങ്ങൾ ഈ മത്സരം തോറ്റു. ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ശുഭ്മാൻ ഗിൽ പറഞ്ഞു. ശുഭ്മാൻ ഗിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കളിക്കാരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം ഇന്ന് രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും തനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും ഗിൽ പറഞ്ഞു. ഇന്ന് അവർ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിന്നും ഈ മത്സരം ജയിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് വിരാട് ഭായ് ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ബാറ്റിംഗ് മികച്ചതാകുമായിരുന്നില്ല, മറിച്ച് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഞങ്ങളുടെ ആക്രമണം വിജയമാക്കാനും കഴിയുമായിരുന്നു. അവർ രണ്ടുപേരും ടീമിന്റെ ഭാഗമല്ലാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്, ഗിൽ കൂട്ടിച്ചേർത്തു. ശുഭ്മാൻ ഗിൽ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. തോൽവിക്ക് നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ടീമിൽ ഇല്ലാത്തത് ഇപ്പോൾ ശരിക്കും അനുഭവപ്പെടുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? രോഹിതും കോഹ്ലിയും ഇപ്പോഴും ടെസ്റ്റിൽ തിരിച്ചെത്തണോ വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.